വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് സുവോളജിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡുകൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇൻ എ ഫീമെയിൽ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ഈസ് കോൾഡ് ഡാഷ്. എന്താ ഉദ്ദേശിക്കുന്നത്? ആൻസർ എന്താ വരിക? മെനാർക്കാണല്ലേ. അതായത് ഒരു പെൺകുട്ടിയിൽ പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്ന കാലം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ മെൻസ്ട്രേഷനാണ് മെനാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? ഫസ്റ്റ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് മെനാർക്കാണെന്ന് ഓർത്ത് വയ്ക്കുക, ആദ്യ ആർത്തവം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ടാണ് പറയുന്നത് അല്ലേ. ഈ ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എന്തൊരു മിസ്റ്റേക്ക് വന്നതാണ്. ശരിക്കും ഇതിൻ്റെ ആൻസർ മൊറിയുള വരിക. നമുക്കത് പറയാം എന്താ വരികയെന്ന്. മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയസ് ഈസ് കോൾഡ് ഡാഷ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ശരിക്കും വരുന്നത് ക്ലീവേജ് ആണ്. അതിൽ ആൻസർ കീയിലും മൊറിയുള എന്നായിരുന്നു. അപ്പോൾ നിങ്ങളത് ശരിക്ക് ക്ലീവേജ് എന്നാണ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. അതായത് സ്പേം പ്ലസ് ഓവം ഫ്യൂഷൻ എന്ന് പറയുന്നത് സൈഗോട്ടാണ്. സൈഗോട്ട് തുടർച്ചയായിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻസ് നടത്തുന്നു. ഈ തുടർച്ചയായിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീവേജ് വഴി ഉണ്ടാകുന്ന ചെറിയ കോശങ്ങളാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. അങ്ങനെ ഏകദേശം 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് അടങ്ങിയ ഒരു സ്റ്റേജ്, ഒരു ഘട്ടമാണ് മൊറിയുള എന്ന് പറയുന്നത്. അപ്പോൾ മൊറിയുള എന്ന് പറഞ്ഞാൽ 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് അടങ്ങുന്ന ഘട്ടമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ക്ലീവേജ് ആണ്. അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് സൈഗോട്ട്, ക്ലീവേജ്, ബ്ലാസ്റ്റോമിയേഴ്സ്, മൊറിയുള, ബ്ലാസ്റ്റോസിസ്റ്റ്. ഇവിടെ ആൻസർ ക്ലീവേജ് ആണ്, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം ഈസ് കോൾഡ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ്? സ്പേമും ഓവും കൂടി ഫ്യൂഷൻ നടത്തിയതിന് ആ ഒരു പ്രക്രിയ പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. സൈഗോട്ടാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഫ്യൂഷൻ എന്താണ്? ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ സ്പേം പ്ലസ് ഓവം ഫെർട്ടിലൈസേഷൻ ദറ്റ് ഗിവ്സ് സൈഗോട്ട് എന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. When the urine sample of a lady is tested, presence of human chorionic gonadotropin HCG was detected. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രസൻസ് ഓഫ് HCG ഇൻഡിക്കേറ്റ്? രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് HCG? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. HCG എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ത്? പ്രഗ്നൻസിയാണ് അല്ലേ. HCGയുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രഗ്നൻസിയാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എംബ്രിയോ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ HCG ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ HCG രക്തത്തിലും പിന്നീട് യൂറിനിലും കാണപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടെസ്റ്റിൽ യൂറിൻ പരിശോധിച്ച് HCG നമ്മൾ കണ്ടെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനാൽ യൂറിനിൽ HCG ഡിറ്റക്റ്റഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയാണ് ഉത്തരം വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് HCG? HCGയുടെ സോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കണം. പ്ലാസൻ്റയാണ് അല്ലേ. അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് രൂപപ്പെടുന്ന പ്ലാസൻ്റ HCG ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ആൻസർ എന്താ വരുന്നത്? പ്ലാസൻ്റയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എക്സ്പാൻഡ് ദ ടേം IUD. അപ്പോൾ IUD എന്താണെന്ന് ഓർക്കണം. IUDയുടെ ഫുൾ ഫോം, ഇതുമാതിരി ഫുൾ ഫോംസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ കുറേ ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഉത്തരം എന്താ? ഇൻട്രാ യൂട്രീൻ ഡിവൈസ് ആണ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, യൂട്രസിനോട് ബന്ധപ്പെട്ട ഒരു ഉപകരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂട്രസിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുന്ന കോൺട്രസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. ഇപ്പോൾ ഇത് പ്രഗ്നൻസി തടയാൻ ഉപയോഗിക്കുന്ന ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എക്സ്പാൻഡ് ദ ടേം സിഫ്റ്റ് അല്ലേ. ZIFT. അതിൻ്റെ ആൻസർ എന്താ വരിക? സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സ്പേം പ്ലസ് ഫ്യൂഷൻ, ഓവം ഫ്യൂഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞുണ്ടാകുന്ന ആദ്യ കോശമാണ് സൈഗോട്ട് അല്ലേ. അപ്പോൾ ഇൻട്രാ ഉള്ളിൽ, ഫലോപ്പിയൻ ട്യൂബിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, മാറ്റി വയ്ക്കുന്നു. അതായത് സിഫ്റ്റ് എന്നത് സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ എക്സാമിന് ഓർക്കേണ്ടത് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRI. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം PYQ ആണെന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പോൾ CDRI ആദ്യം വിചാരിക്കണം. എന്താണ് CDRI എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CDRI. അപ്പോൾ CDRI വികസിപ്പിച്ച സ്ത്രീകൾക്കുള്ള ഒരു നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ് സഹേലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഘടകം അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സഹേലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെയിം ദ ജെനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഇസ് അഫക്റ്റഡ് ലീഡിങ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഈവൻ ത്രൂ എ സിമ്പിൾ വൂണ്ട് അല്ലേ. ആൻസർ എന്താ? ഹീമോഫീലിയാണ്.
അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീനെ ബാധിച്ച് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡറാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കുറവായാൽ പ്രവർത്തനം തകരാറിലായാൽ രക്തസ്രാവം നിർത്താൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. ഇത് സാധാരണയായി എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡറാണ്. അപ്പോൾ എങ്ങനെ ഓർക്കുക? ഹീമോഫീലിയ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ എക്സസീവ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ഹാവ് സിമിലർ സെക്സ് ക്രോമസോം? ഹോമോഗ്യാമറ്റിക് അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോമോഗ്യാമറ്റിക് എന്നത് ഒരേ തരത്തിലുള്ള സെക്സ് ക്രോമസോം ഉള്ള വ്യക്തി ആവാം, അല്ലെങ്കിൽ ജീവി ആവാം. ഇപ്പോൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ XX ഹോമോഗ്യാമറ്റിക് ആണ്, മെയിൽ XY ഹെട്രോഗ്യാമറ്റിക് ആണ്. ഇപ്പോൾ ഡ്രോസോഫിലയുടെ കേസ് ആണെങ്കിൽ ഫീമെയിൽ XX ഹോമോഗ്യാമറ്റിക്, മെയിൽ XY ഹെട്രോഗ്യാമറ്റിക്. ബേർഡ്സിൻ്റെ കേസിലാണെങ്കിലോ മെയിൽ Z അല്ലേ ഹോമോഗ്യാമറ്റിക്, ഫീമെയിൽ ZW ഹെട്രോഗ്യാമറ്റിക് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസിൽ ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ XX ആണ്, ഡ്രോസോഫില ഫീമെയിൽ അടുത്ത ഓപ്ഷൻ XX ഹോമോഗ്യാമറ്റിക്, ബേർഡ് ഫീമെയിൽ ZW ഹെട്രോഗ്യാമറ്റിക്. ബാക്കി പറ്റതോ ബേർഡ് മെയിലും ഹോമോഗ്യാമറ്റിക്, എല്ലാം ഹോമോഗ്യാമറ്റിക് ആണ് തന്നിട്ടുള്ളത്. ബേർഡ് ഫീമെയിൽ മാത്രമാണ് എന്ത് ഹെട്രോഗ്യാമറ്റിക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ ബേർഡ് ഫീമെയിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെൻഡേലിയൻ ഡിസോർഡർ? മെൻഡേലിയൻ ഡിസോർഡർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കളർ ബ്ലൈൻഡ്നെസ് മെൻഡേലിയൻ ആണ്, ഹീമോഫീലിയ മെൻഡേലിയൻ ആണ്, തലേസീമിയ മെൻഡേലിയൻ ആണ്, ഡൗൺ സിൻഡ്രോം മാത്രം ക്രോമസോമൽ ഡിസോർഡറാണ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് സാധാരണയായി ഒരു സിംഗിൾ ജീനിലെ മ്യൂട്ടേഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതായത് ഉദാഹരണങ്ങൾ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, തലസീമിയ. എന്നാലോ ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ക്രോമസോം 21 അധിക കോപ്പി ഉള്ളതിനാലാണ്. മനസ്സിലായോ? അതായത് ട്രൈസോമി 21. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താൽ വരിക ഡൗൺ സിൻഡ്രോം. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സിൻഡ്രോം ഫ്രം ദി ജീനോടൈപ്പ് ഗിവൺ ബിലോ. 2 ജീനോടൈപ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഏത് സിൻഡ്രോം എന്ന് നമ്മൾ എഴുതണം. 44 ഓട്ടോസോംസ് പ്ലസ് XXY എന്ന് പറഞ്ഞാൽ ക്ലിൻഫ്ലിറ്റേഴ്സ് സിൻഡ്രോമാണ്. സാധാരണ മനുഷ്യരിൽ 44 ഓട്ടോസോംസ് പ്ലസ് XX ഫീമെയിലും 44 ഓട്ടോസോംസ് പ്ലസ് XY മെയിലുമാണ്. നമുക്കറിയാം, നമ്മൾ 10th സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കുന്ന കാര്യമാണ് അല്ലേ ആ ജീനോടൈപ്പ്. ഇവിടെ 44 പ്ലസ് XXY ഒരു അധിക X ക്രോമസോം ഉണ്ട് അല്ലേ, അപ്പോൾ അത് ക്ലിൻഫ്ലിറ്റേഴ്സ് സിൻഡ്രോമാണ്. ഇനി 44 ഓട്ടോസോംസ് പ്ലസ് X0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണേഴ്സ് സിൻഡ്രോമാണ്. ഇവിടെ ഒരു X ക്രോമസോം മാത്രമാണുള്ളത്. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, The family of Queen Victoria shows a number of hemophilic descendants as she was the carrier of the disease. Name the pattern of inheritance of this royal disease. ആൻസർ എന്താ? സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ ക്വീൻ വിക്ടോറിയയുടെ കുടുംബത്തിൽ ഹീമോഫീലിയ വന്നതിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് രോഗവുമായി ബന്ധപ്പെട്ട ജീൻ X ക്രോമസോമിലാണ്. ക്വീൻ വിക്ടോറിയ കാരിയർ ആയിരുന്നു എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. കാരിയറായ സ്ത്രീക്ക് സാധാരണയായി ഒരു നോർമൽ എക്സും ഒരു എഫക്റ്റഡ് എക്സും ഉണ്ടായിരിക്കും. ഓർക്കുക, ഇത് അവരുടെ ചില ഡിസെൻഡൻസിലേക്ക് പകരുകയും പ്രത്യേകിച്ച് മെയിൽ ഡിസെൻഡൻസിൽ ഹീമോഫീലിയ പ്രകടമാകുകയും ചെയ്തു. അതുകൊണ്ട് ആൻസർ ഏതാണ്? സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്. കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇതൊക്കെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഇത് മാത്രമല്ല, ഇനി വേറെ ഉണ്ട്. നിങ്ങൾ ഡീപ്പായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കും വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, താങ്ക് യു.